ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് റിച്ച് ആയിട്ടുള്ള വീഡിയോ ആണ്. BMW 520D ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇറ്റ്സ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു വണ്ടി ഓടിക്കാനുള്ള ചാൻസ് കിട്ടിയത്. നമ്മുടെ ഫാമിലിയിലുള്ള വണ്ടി തന്നെയാണ്. ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യാൻ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ടയറിൽ കാറ്റ് നിൽക്കുന്നില്ല. ജസ്റ്റ് 1 വീക്കോ കഴിയുമ്പോഴേക്കും അത് തീർന്നു പോവുകയാണ്. അപ്പോൾ ഒരു ടയർ ഷോപ്പിൽ പോയിട്ട് നമുക്കൊന്ന് കാണിക്കണം. എന്നിട്ട് അതിൻ്റെ ടയറിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വണ്ടി തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അത്രയും ടൈം നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ JK ടയർ എന്ന് പറയുന്ന പെരിന്തൽമണ്ണ നമ്മുടെ ഒരു ടയറിൻ്റെ ഷോപ്പിൽ നമ്മൾ വണ്ടി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഫുള്ളായിട്ട് നോക്കി, അതിൻ്റെ ഫ്രണ്ട് ടയറിൽ നോക്കിയിട്ട് അവർ പറഞ്ഞു ഇത് അവർക്ക് സാധാ പഞ്ചറൊന്നും ആയിട്ട് തോന്നുന്നില്ല, ഇത് ടയർ ഊരിയിട്ട് തന്നെ അവർക്ക് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ നോക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ആ ജാക്കിയൊക്കെ വെച്ചിട്ട് പൊക്കുന്നുണ്ട്. എന്തായാലും അവർ ടയറൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. ടയറൊക്കെ ഊരിയിട്ട് BMW കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും നല്ല രസമുണ്ട് എന്തായാലും വണ്ടി കിടക്കുന്ന കിടപ്പ് കാണുമ്പോൾ. ഇനി അവർ അതിൻ്റെ റിമ്മും ടയറും വെവ്വേറെ ആക്കുകയാണ്. അപ്പോൾ അവരുടെ ആ മെഷീനിലൊക്കെ ഇട്ടിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ വീഡിയോ ഫുൾ കവർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ ശരത് ബ്രോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിൻ്റെ ആ റിമ്മിൻ്റെ സൈഡിൽ കുറച്ച് പെയിൻറ്റ് കട്ട കുത്തി നിൽക്കുന്നുണ്ട്. മുന്നേ പുട്ടിയൊക്കെ ഇട്ടിട്ട് പെയിൻറ്റ് അടിച്ചിരുന്നത്. അപ്പോൾ ആ ഇത് വരച്ചെടുത്ത് കഴിഞ്ഞാൽ കാറ്റ് ക്ലിയർ ആയിട്ട് അവിടെ നിൽക്കുന്നതാണ് പറയുന്നത്. അതവിടെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കാറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മിസ്സായി പോകുന്നതെന്നൊക്കെ പറയുന്നത്. റിമ്മിൻ്റെ സൈഡിലൂടെയാണ് കാറ്റ് പോകുന്നത്. അപ്പോൾ അതൊക്കെ അവർ വരച്ചെടുത്ത് ഗ്രീസൊക്കെ ഇട്ട് വീണ്ടും ടയർ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ടയർ ഊരിയപ്പോഴും ഇവർ ഇതേപോലെ തന്നെ എയർ ബബിൾസ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ റിമ്മിൻ്റെ സൈഡിലൂടെ ആയിരുന്നു എയർ ബബിൾസ് വന്നിരുന്നത്. അപ്പോൾ ഫുള്ള് സംഭവം സെറ്റാക്കിയിട്ട് വീണ്ടും ചെക്ക് ചെയ്ത സമയത്ത് സംഭവം പക്കയായിട്ടുണ്ട്, ബബിൾസ് ഒന്നും വരുന്നില്ല. അപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. വീണ്ടും അവർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വണ്ടി ഫുള്ള് പക്ക ഓക്കെ ആയി. ഇപ്പോൾ വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, എന്താ ഭംഗി തന്നെയാണ്. ഈ BMW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിവർന്ന് കിടക്കുന്ന ആ ലക്ഷറി ഫീൽ, അത് തന്നെയാണ് വണ്ടിയുടെ ഒരു ഭംഗി. എന്തായാലും വണ്ടി കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ അവർ പറഞ്ഞു നമുക്കൊന്ന് അലൈൻമെൻറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വണ്ടി കയറ്റിയാണ്. അങ്ങനെ ലക്ഷറിയുടെ പര്യായമായിട്ടുള്ള BMW വീണ്ടും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻസ് ഒക്കെ തീർന്നോ എന്നുള്ളത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ആ ശരത് ചേട്ടനെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കറങ്ങിയിട്ട് ഫുള്ള് സെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തിരിക്കാം. എന്തൊരു ഭംഗിയല്ലേ വണ്ടിയുടെ വരവ് കാണാൻ. എന്തായാലും വണ്ടിയുടെ കംപ്ലയിൻസ് ഒക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളിൽ അതിൻ്റെ ടയറും ഇതിൻ്റെ സിസ്റ്റവും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. അപ്പോൾ ആ ടയറും സിസ്റ്റവും തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ടയർ പ്രഷർ ലോസ് എന്ന് കാണിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലിങ്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെഹിക്കിൾ ഇൻഫോർമേഷൻ എന്നുള്ള ഓപ്ഷനിൽ കയറിയിട്ട് വെഹിക്കിൾ സ്റ്റാറ്റസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ടയറിൻ്റെ പ്രഷറും കാര്യങ്ങളും സെറ്റാണെന്നുള്ളത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാ ടയറിൻ്റെ കളറും യെല്ലോ കളറാണ്. അപ്പോൾ അത് ഗ്രീൻ കളർ ആയി കഴിഞ്ഞാൽ ഈ സിസ്റ്റവും ടയറും തമ്മിൽ ലിങ്കായി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി വണ്ടിയെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റാർട്ട് ബട്ടൺ, നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ വണ്ടികളിലും വരുന്ന സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്.
അതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ലൈറ്റ് ഓൺ ആണ്. അപ്പോൾ പാർക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഏത് ഗിയറിലാണെങ്കിലും പാർക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ പേയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് അതിൻ്റെ സൈഡിൽ ഒരു അൺലോക്ക് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ബാക്കിലോട്ട് വലിക്കുന്ന സമയത്ത് ഡ്രൈവ് മോഡിലായി. അൺലോക്ക് ബട്ടൺ നോക്കിയിട്ട് മുമ്പിലോട്ട് ആക്കുന്ന സമയത്ത് ന്യൂട്രൽ, പിന്നെ റിവേഴ്സ്. അപ്പോൾ ഇത്രയും സിസ്റ്റം വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവ് മോഡിലാക്കിയാൽ വണ്ടി എടുക്കാനായി. ജസ്റ്റ് ഡ്രൈവ് മോഡിലാക്കുക. നമ്മൾ ബ്രേക്കും എപ്പോഴും കാല് വേണം. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സിസ്റ്റമാണിത്. അത് ജസ്റ്റ് ആ ബട്ടൺ ഒന്നിങ്ങനെ മുകളിലോട്ട് ആക്കുന്ന സമയത്ത് അവിടെ ഒരു ഓറഞ്ച് കളർ വന്നല്ലോ, അപ്പോൾ അതായത് അവിടെ വണ്ടി ഹാൻഡ് ബ്രേക്കിലായിട്ടുണ്ടെന്നാണ്. അത് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാൻഡ് ബ്രേക്ക് വിട്ടിട്ടുമുണ്ട്. ഒരുപാട് സിസ്റ്റം ഉണ്ടെന്ന് തന്നെ ഉള്ളൂ, പക്ഷേ വണ്ടി വളരെ ഈസിയാണ് യൂസ് ചെയ്യാനൊക്കെ. മറ്റു വണ്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ വണ്ടിയെ നിർത്തുന്നത് അതിൻ്റെ ലക്ഷറി ഫീലിംഗ് നൽകുന്ന അതിൻ്റെ നീളം തന്നെയാണ്. ആ നീളത്തിൽ ആ വണ്ടി ഇങ്ങനെ റോട്ടിലൂടെ പോകുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്, ആരും നോക്കി പോകും. ഇത് BMW 520D എന്ന് പറയുന്ന മോഡലാണ്. BMW 5 സീരീസിൽ പെട്ടിട്ടുള്ള വണ്ടിയാണ്. BMW 530യിലാണ് 5 സിലിണ്ടർ എഞ്ചിന് വരുന്നത്. ഇത് 520D ആയതുകൊണ്ട് തന്നെ ഇതിൽ 4 സിലിണ്ടർ എഞ്ചിനാണ്. എന്നാൽ ഒട്ടും കരുത്തിൽ പിറകിലല്ല, വളരെ നല്ല ഈ വണ്ടിയുടെ ബൂട്ട് ലിഡ് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്. നമുക്ക് ആ ബൂട്ട് ലിഡ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിമോട്ടിൽ ബൂട്ട് ലിഡ് ഓപ്പൺ എന്നുള്ള ആ സിമ്പലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് റെസ്പോൺസ് ആയിട്ട് തന്നെ അതിൻ്റെ ബൂട്ട് ലിഡ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ബൂട്ട് ലിഡ് ഓപ്പൺ ആയി. ഈ ബൂട്ട് ലിഡ് നമ്മൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിമോട്ട് കൊണ്ട് കാര്യമല്ല, നമ്മൾ മാനുവലായിട്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ സാധാ വണ്ടികൾ അടക്കുന്ന പോലെ തന്നെ അടക്കണം. ഇനി ഈ വണ്ടിക്ക് ബിഗ് ഹോഴ്സ് പവർ പകർന്നു നൽകുന്ന ആ എൻജിൻ കാണണ്ടേ? ആ എൻജിൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്സിലേറ്ററിൻ്റെ തൊട്ടടുത്ത് ഒരു ലിവർ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വലിക്കുക. ഇതാണ് 520Dയുടെ ഹൃദയഭാഗം. BMW 5 സീരീസിൽ പെട്ടിട്ടുള്ള 4 സിലിണ്ടർ എൻജിനാണത്. അപ്പോൾ നമ്മുടെ BMW സീരീസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.